ചെറുകഥ ഒരു കൂട്ടിത്തുന്നൽ. സുബ്രൻ ആ ക്ലാസ്സിലെ ഏറ്റവും വലിയ വികൃതിയാണ്. 8ാം ക്ലാസ്സിലെ ടീച്ചർ എന്നും ബെഞ്ചിൽ കയറ്റി നിർത്തുന്ന അത്രയും വികൃതികൾ അവൻ്റെ കൈവശമുണ്ട്. ഇന്നും ആ പതിവ് തെറ്റിയില്ല. പക്ഷെ ഇന്നത്തെ കാരണമാണ് വിചിത്രം. അവൻ തൻ്റെ ചരിത്ര പുസ്തകത്തിൻ്റെ കൂട്ടിക്കെട്ടൽ പൊട്ടിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല, അതിലെ പല പേജുകളും കീറിക്കളഞ്ഞ് ബാക്കി പേജുകൾ ചേർത്ത് പുതിയൊരു പുസ്തകവുമായി ക്ലാസ്സിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ആ പുസ്തകത്തെ വർണ്ണക്കടലാസുകൾ കൊണ്ട് അതിമനോഹരമായി പൊതിഞ്ഞ് ആരുടെയും ശ്രദ്ധ തിരിക്കുന്ന വിധത്തിലാക്കി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നു. അവൻ കീറിയിട്ട പേജുകൾ ടീച്ചറെ ആദ്യം കൊണ്ടുവന്ന് കാണിച്ചത് മജീദും അബ്രഹാമും ചേർന്നായിരുന്നു. മജീദ് ഏറ്റവും പുറകിലെ ബെഞ്ചിലിരുന്ന് കടലാസിൽ തോക്ക് ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. അറിയാതെ അവൻ ആ കടലാസിലേക്ക് നോക്കിയപ്പോൾ അത് തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. അതേസമയം സുബ്രൻ്റെ പുസ്തകത്തിലെ കനത്തിൻ്റെ കുറവും അവൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് അവൻ അബ്രഹാമിനെയും കൂട്ടി ടീച്ചറുടെ അടുത്തെത്തിയത്. ഹാജർ എടുത്ത ശേഷം ടീച്ചർ സുബ്രനുള്ള ശിക്ഷ വിധിച്ചു. ഇന്നത്തെ ദിവസം അവൻ ബെഞ്ചിൽ കയറി നിൽക്കണം. ബെഞ്ചിൽ കയറിയ സുബ്രൻ മറ്റൊരു കുസൃതി കൂടി ഒപ്പിച്ചു. തൻ്റെ തൊട്ടു മുന്നിൽ ബെഞ്ചിൽ ഇരുന്നിരുന്ന സുന്ദരിക്കുട്ടിയായ കൊച്ചു സുഹറയുടെ തട്ടമൊന്ന് പിടിച്ചു വലിച്ചു. സുഹറ എനിക്ക് ടീച്ചറോട് ഈ പരാതിയും പറഞ്ഞു. ഇത് ടീച്ചറെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ടീച്ചർ ഇങ്ങനെ പറഞ്ഞു: നാളെ നീ നിന്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി സ്കൂളിൽ വന്നാൽ മതി. അടുത്ത ദിവസം രാവിലെ ടീച്ചർ ഹാജരെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വാതിൽക്കൽ സുബ്രൻ പ്രത്യക്ഷപ്പെട്ടത്. പതിവ് പോലെ അവൻ്റെ കയ്യിലുണ്ടാകാറുണ്ടായിരുന്ന പുസ്തകസഞ്ചി അന്ന് കണ്ടില്ല. അതിനു പകരം അസാമാന്യ കട്ടിയുള്ള ഒരു പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്നു. സുബ്രൻ്റെ കൂടെ വേറെയും 3 പേരുണ്ട്. തലയിൽ തട്ടമിട്ട ഒരു യുവതി, പിന്നെ നെറ്റിയിൽ ചന്ദനക്കുറി നീട്ടി വരച്ച ഒരു യുവാവ്, അവർക്ക് പിന്നിലായി ഒരു റൗക്ക ധരിച്ച ഒരു വയസ്സായ സ്ത്രീയും. തട്ടം ധരിച്ച സ്ത്രീ തൻ്റെ തട്ടം ശരിയാക്കിക്കൊണ്ട് വാതിൽക്കൽ പരിങ്ങി നിൽക്കുന്നു. കൂടെയുള്ള പുരുഷൻ്റെ തോളിൽ ഒരു തോർത്തുമുണ്ടുണ്ട്. അയാൾ ഷർട്ട് ഇട്ടിട്ടില്ല. അയാൾക്ക് സുബ്രൻ്റെ മുഖച്ഛായ ഉണ്ടായിരുന്നതിനാൽ ടീച്ചർ അത് സുബ്രൻ്റെ അച്ഛനായിരിക്കാം എന്ന് ഊഹിച്ചു. കൂടെ ഉണ്ടായിരുന്ന വയസ്സായ സ്ത്രീയുടെ മുടിയിഴകൾ ആകെ പാറിപ്പറന്ന് അലസമായി കിടക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ആ സ്ത്രീക്ക് മാനസികമായി എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. ആദ്യം സംസാരിച്ചത് വയസ്സായ ആ സ്ത്രീ തന്നെയായിരുന്നു. എൻ്റെ പേര് മറിയം. ഇവൻ സുബ്രൻ എൻ്റെ പേരക്കുട്ടിയാണ്. ഇപ്പോൾ ടീച്ചർക്ക് കാര്യങ്ങളുടെ ഘടന മനസ്സിലായി. എല്ലാവരും കൂടി വക്കാലത്തിന് വന്നിരിക്കുകയാണ്. വൃദ്ധ തുടർന്നു: ഇതെൻ്റെ മകൻ ഗംഗാധരൻ. ഇത് ഇവൻ്റെ ഭാര്യ ബീവാത്തു. ഇവര് അയൽക്കാരായിരുന്നു. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ഇവൻ സുബ്രൻ. ഇവൻ ഇവിടെ മാത്രമല്ല ടീച്ചറെ, വീട്ടിലും ഈ കുസൃതി തരങ്ങളൊക്കെ ഒപ്പിക്കും. പിന്നെ സുബ്രൻ്റെ കയ്യിൽ പുസ്തകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറിയുമ്മ ഇങ്ങനെ പറഞ്ഞു: ഇത് നോക്കൂ ടീച്ചറെ, ഇന്നലെ രാത്രി ഇവൻ ബീവാത്തുവിൻ്റെ പ്രാർത്ഥനാ പുസ്തകവും എൻ്റെ വേദപുസ്തകവും ഗംഗാധരൻ്റെ ഗീതയുമെല്ലാം കൂട്ടിച്ചേർത്ത് ഈ രൂപത്തിലാക്കി മാറ്റി. ടീച്ചർ അവനെ വളരെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇത് കണ്ട ബീവാത്തുമ്മ ഉടനെ തട്ടം ശരിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അവൻ കൊച്ചുകുട്ടിയല്ലേ ടീച്ചറെ, ഓനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ഗംഗാധരൻ ചുമലിലെ തോർത്തെടുത്ത് വെറുതെ ഒന്ന് കുടഞ്ഞു. ടീച്ചർ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു വിഷമഘട്ടത്തിലെത്തി. അവർ
വിഷയവുമായി ഹെഡ്മാസ്റ്ററുടെ മുന്നിലെത്തി. ഹെഡ്മാസ്റ്റർ തൻ്റെ കട്ടിക്കണ്ണട മുഖത്ത് കണ്ണിനടുത്തേക്ക് അടുപ്പിച്ചു വെച്ച് ആ പുസ്തകത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ 6 വശങ്ങളിലൂടെയും അദ്ദേഹം പരതി നടന്നു. അതിനുശേഷം സുബ്രനെ അടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: "ബിരുദ ആറുമുഖ, നീ ഇതിനെ എങ്ങനെ കൂട്ടിത്തുന്നിയാലും ഇതിന് 6 വശങ്ങൾ കാണും. ഒന്നുകിൽ നീ ഇതിൻ്റെ തുന്നഴിച്ച് പഴയ പോലെ ആക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറ്റ വശം എന്നെ ബോധ്യപ്പെടുത്തി കാണിക്കണം. എന്നിട്ട് നീ ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. എല്ലാവരും പോയിക്കോളൂ, എനിക്ക് ഒരൽപ്പം തിരക്കുണ്ട്." ഹെഡ്മാസ്റ്റർ തൻ്റെ മുറിയിലെ മൂലയിലെ മാറാലക്കൂട്ടിലേക്ക് നോക്കിക്കൊണ്ട് പ്യൂണിനെ വിളിച്ചു പറഞ്ഞു: "ആ മാറാല പിടിച്ച ചുവരുകളെല്ലാം ഒന്ന് വൃത്തിക്ക് ആക്കി കടവറിയതേ." ക്ലാസ്സിൽ നിന്നും പുറത്തു കടന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ സുബ്രൻ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു: "എല്ലാം എൻ്റെ വിധി." പുറകെ നടന്ന ഗംഗാധരനും ദീവാത്തുവും ഒന്നും പറയാതെ താഴത്തേക്ക് നോക്കി നടക്കാൻ തുടങ്ങി. മറിയുമ്മ പേരക്കുട്ടിയുടെ കയ്യിലെ പുസ്തകം വാങ്ങി തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: "6ന് 6 കൊണ്ട് ഹരിച്ച് അതിൽ നിന്നും 1 കുറച്ചതാണ് ഈ പുസ്തകം."